കൈക്കൂലി കേസിൽ ജയിൽ DIG വിനോദ് കുമാറിനെതിരെ കേസെടുത്തു. 3 ദിവസമായിട്ടും നടപടിയെടുക്കാതെ സർക്കാർ വിയൂർ അടക്കമുള്ള അതീവ സുരക്ഷാ ജയിലുകളിൽ പോലും പരോളിനായി തടവുകാരിൽ നിന്ന് വിനോദ് കുമാർ പണം വാങ്ങിയെന്നാണ് വിജിലൻസിന്റെ എഫ്ഐആറിന്റെ പകർപ്പ് മീഡിയ വണ്ണിന് ലഭിച്ചു. തടവുകാർക്ക് അനധികൃതമായി സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനും പരോൾ അനുവദിക്കുന്നതിനും ഇവരുടെ ബന്ധുക്കളിൽ നിന്ന് ജയിൽ DIG വിനോദ് കുമാർ ലക്ഷങ്ങൾ കൈപ്പറ്റിയെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. വിനോദ് കുമാറിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണമെന്നായിരുന്നു വിജിലൻസ് മേധാവി ആഭ്യന്തര വകുപ്പിന് നൽകിയ റിപ്പോർട്ട് സ്വീകരിച്ച് 3 ദിവസങ്ങളായിട്ടും വിനോദ് കുമാറിനെതിരെ യാതൊരു നടപടിയുമില്ല. വിനോദ് കുമാറിന് സർക്കാർ സംരക്ഷണം ഒരുക്കുന്നുവെന്നാണ് ആരോപണം. വിയ്യൂർ, കണ്ണൂർ, പൂജപ്പുറ ജയിലുകളിലെ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കൊടിസുനി അടക്കമുള്ള തടവുകാർക്ക് പണം വാങ്ങി വിനോദ് കുമാർ സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. പണം നൽകിയവർ ഉടൻ തന്നെ തടവുകാരെ സന്ദർശിക്കുകയും ചെയ്തു. ഗുണ്ടകളും പല കേസിലെ പ്രതികളും വിനോദ് കുമാറുമായി സംസാരിച്ചതിന്റെ വിവരങ്ങളും വിജിലൻസിന് ലഭിച്ചു. ശമ്പളത്തിന് പുറമെ 35 ലക്ഷം രൂപ വിനോദ് കുമാറിന്റെയും 40 ലക്ഷം രൂപ ഇയാളുടെ ഭാര്യയുടെയും അക്കൗണ്ടിൽ നിന്ന് വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. വിനോദ് കുമാർ വസ്തുവകൾ വാങ്ങിയതിന്റെ വിവരങ്ങളും വിജിലൻസ് പരിശോധിച്ചു വരികയാണ്. അഴിമതി നിരോധന നിയമത്തിലെ 2 വകുപ്പുകൾ ചുമത്തിയാണ് വിനോദ് കുമാറിനെതിരെ കേസെടുത്തിരിക്കുന്നത്. മീഡിയ 1 തിരുവനന്തപുരം.